നമസ്കാരം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടാം ദിവസത്തിലേക്ക് എത്തിയപ്പോൾ കൂട്ടലും കിഴിക്കലും ഒക്കെ തകൃതിയായി നടക്കുകയാണ്. CPM-ന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ലക്ഷണമാണ്. ഒരു CPM നേതാവും ഇപ്പോൾ വിജയത്തെക്കുറിച്ച് കമാന്നൊരക്ഷരം പറയുന്നില്ല. CPM-ന് വേണ്ടി നിതാന്തം പണിയെടുത്തുകൊണ്ടിരുന്ന സൈബർ സഖാക്കളൊക്കെ പിന്മാറി. ഉള്ള സഖാക്കൾ തന്നെ പതിയെ പതിയെ പാർട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ജയിച്ചാലും കഷ്ടി ജയിച്ചേക്കാം, ജയിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തി. ഇതുവരെ CPM-ന് വേണ്ടി കുഴൽ ഊതിയിരുന്ന സകല സഖാക്കളും ഒന്നുകിൽ പിന്മാറിയിരിക്കുന്നു, അവകാശവാദം ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ CPM-നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. CPM-ന്റെ സൈബർ ബുദ്ധിജീവികളിൽ ഒരാളാണ് സെബിൻ എ ജേക്കബ്. സെബിൻ വിശദമായി ഇങ്ങനെ എഴുതുന്നു: അപ്രിയമാകാം, അധിക പ്രസംഗമാവാം, ഇലക്ഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് ഇത് എഴുതിയിടണം എന്ന് കരുതുന്നു. ഞാൻ ഇടപെടുന്ന ആളുകളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ വെച്ച് സംസാരിക്കുന്നതിൽ കാര്യമില്ല. അത്തരം ഇൻഫറൻസിലെ പ്രധാന പ്രശ്നം വളരെ ചെറിയ സാമ്പിൾ സൈസ് വെച്ച് വലിയ തോതിലുള്ള അനുമാനം ബിൽഡ് ചെയ്യുന്നു എന്നതാണ്. അനുമാനം പറയുമ്പോൾ മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് പറയേണ്ടതില്ലല്ലോ. പകരം ഒരു വോട്ടർ എന്ന നിലയിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയ ആഭിമുഖ്യമൊന്നുമില്ലാത്ത ആളായിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ എങ്ങനെ കാണുമായിരുന്നു എന്ന് വ്യക്തിപരമായ വിലയിരുത്തൽ മാത്രമാണിത്. അതായത് ഞാനിങ്ങനെ ചിന്തിക്കുന്നു, അതാവുമ്പോൾ എൻ്റെ വിലയിരുത്തൽ തെറ്റിയാൽ അതെൻ്റെ മാത്രം കുഴപ്പം കൊണ്ടാണ് എന്ന് വന്നോളും. ആദ്യമേ പറയട്ടെ, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നേ വരെ ഈ സർക്കാരിന് തുടർഭരണം ലഭിക്കുമെന്ന ചിന്ത എനിക്കുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം അങ്ങനെ ഒരു ചിന്തയില്ല. എന്തുകൊണ്ട് ജനം UDF-ന് വോട്ട് ചെയ്യണം എന്ന എന്നിലെ രാഷ്ട്രീയ മനുഷ്യൻ അന്തം വിടുമ്പോൾ തന്നെ ഇവന്മാരെ എന്തിനിങ്ങനെ വാഴാൻ വിടണം എന്ന് ഇടത്തട്ടുകാരായ മനുഷ്യർ ചിന്തിക്കുന്നത് തിരിച്ചറിയാൻ എനിക്കാവുന്നുണ്ട്. ഇടത്തട്ടുകാരാണ് കേരളത്തിലെ ഭരണം ആർക്ക് വേണം നിശ്ചയിക്കുന്നത്. അവരെ ഫീഡ് ചെയ്യുന്ന മാധ്യമങ്ങൾ എന്താണ് പറയുന്നത് എന്ന ബോധ്യവും എനിക്കുണ്ട്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറയുകയേ വേണ്ട. മൂന്നാം ടീമിന് സാധ്യത കുറവാണെന്ന് കരുതുമ്പോഴും ഭരണത്തിൻ്റെ തുടർച്ച ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എന്നാൽ ഭരണ തുടർച്ച എന്നാൽ ഒരേ മുഖ്യമന്ത്രി തുടർച്ച എന്നല്ല. പിണറായി വിജയൻ മൂന്നാമതും മുഖ്യമന്ത്രിയാവുന്നതിനോട് ഒരു തരത്തിലുള്ള ആഭിമുഖ്യം എനിക്കില്ല. ഒരു ദശാബ്ദം എന്നിൽ വലിയ ഒരു കാലയളവാണ്. ഒരു ജനറേഷൻ തന്നെ നീങ്ങിപ്പോയി. പ്രായത്തിൻ്റെതായ രോഗാവസ്ഥയുള്ള, ശരീരം കൂനിത്തുടങ്ങിയ വൃദ്ധനായ ഒരു നേതാവിനേക്കാൾ 40-65 ഏജ് ഗ്രൂപ്പിലുള്ള പരമാവധി 70 കവിയാത്ത ആരെയെങ്കിലും തൽസ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ മുന്നണിക്കും പാർട്ടിക്കും കഴിയണമായിരുന്നു. ജീറിയാട്രിക് സൊസൈറ്റിയിൽ അതിവേഗം പരിണമിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന് അല്പം കൂടി പ്രായത്തിനിളയതായ ഊർജ്ജസ്വലതയുടെ ഒരു മുഖ്യമന്ത്രി വേണം എന്ന് വിശ്വസിക്കുന്നു. ചില സ്റ്റേറ്റുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഇലക്ടറൽ കോളേജിൽ നിന്ന് ഉഡായിപ്പല്ല, ജനാധിപത്യമല്ല എന്ന് കരുതുമ്പോഴും, ഉഡായിപ്പ് നല്ല ജനാധിപത്യമല്ലെന്ന് കരുതുമ്പോഴും 4 വർഷം വീതമുള്ള 2 ടേമിൽ കൂടുതൽ തുടർച്ചയായ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാൻ നിയമം അനുവദിക്കാത്തത് US-ന് നിലവിലുള്ള രീതി കൊള്ളാം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അധികാരം ഒരു വ്യക്തിക്ക് ഒരു നിശ്ചിത കാലത്തിനും അധികം കേന്ദ്രീകരിക്കാൻ തടയാൻ അതുമൂലമാകും. എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയൊന്നും ടേം വ്യവസ്ഥയില്ല. കഴിഞ്ഞ തവണ പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ലായിരുന്നെങ്കിലും നേതൃത്വത്തിൽ ഒരു തലമുറ മാറ്റം ഉറപ്പുവരുത്തണം എന്ന് തീരുമാനിച്ച് 2 ടേം പൂർത്തിയായി മുഴുവൻ MLA-മാരെയും മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്തി പാർട്ടിയാണ് CPM. അതിനുശേഷമാകട്ടെ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ അതിന് മുമ്പത്തെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആരെയും പാർട്ടിയിൽ നിന്നും വീണ്ടും പരിഗണിച്ചതുമില്ല. മുഖ്യമന്ത്രിക്ക് മാത്രമാണ് ഇതിൽ നിന്ന് ഇളവ് നൽകിയത്. ഈ വർഷം പക്ഷേ കഴിയുന്നത്ര സീറ്റുകൾ നിലനിർത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് തെരഞ്ഞെടുപ്പ് നേരിട്ടത്. അതുകൊണ്ട് തന്നെ പല മൂന്നാമട്ടക്കാരുമുണ്ട്. ജനപ്രതിനിധി ഒരാൾ കൂടുതൽ വർഷം വരേണ്ടതില്ല എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. അങ്ങനെയൊക്കെ പോകുന്നു. എന്നിട്ട് P. രാജീവിനെയോ KN ബാലഗോപാലിനെയോ മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടണം എന്ന് നിർദ്ദേശിച്ചാണ് ഈ കുറിപ്പ് നിർത്തുന്നത്. ഇത് CPM-നുള്ളിൽ ഒരു തിരയിളക്കത്തിൻ്റെ സൂചനയാണ്. പിണറായിക്കെതിരെ ശക്തമായ നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന സൂചന. ഭരണം കിട്ടുമെന്ന സൂചന ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആരും പിണറായിക്കെതിരെ രംഗത്ത് വരുമായിരുന്നില്ല. ഇത് CPM-ന്റെ എല്ലാ കോണിലുമുണ്ട്. അതേസമയം കോൺഗ്രസ് പാർട്ടിക്ക് പൂർണ്ണമായും ആത്മവിശ്വാസമൊന്നും ഇപ്പോഴുമില്ല. അണികൾക്കുള്ള ആത്മവിശ്വാസം നേതാക്കൾക്കില്ല എന്ന് വ്യക്തമാണ്. 100-ലധികം സീറ്റ് കിട്ടുമെന്ന് ആദ്യം മുതൽ അവസാനം വരെ തറപ്പിച്ച് പറഞ്ഞ ഒരേ ഒരു നേതാവ് VD സതീശനാണ്. പക്ഷേ സതീശൻ തെരഞ്ഞെടുപ്പിന് ശേഷം അടുത്ത സുഹൃത്തുക്കളോട് പങ്കുവച്ചത് 85 സീറ്റ് എന്നാണ്. എന്ന് വെച്ചാൽ കംഫർട്ടബിൾ മജോറിറ്റി കിട്ടും, അതിനപ്പുറത്തേക്ക് പോവില്ല എന്നാണ് സതീശൻ പോലും ചിന്തിക്കുന്നതെന്ന് സതീശനുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് ആത്മവിശ്വാസം പോലുമില്ല. 75 കടക്കില്ല എന്നാണ് ചെന്നിത്തലയുടെയും വിശ്വാസം. എന്നാൽ മുസ്ലിം ലീഗ് പറയുന്നത് 90-ന് മുകളിൽ നിർബന്ധമായും കിട്ടുമെന്നാണ്. മലബാറിൽ അത്തരത്തിൽ ഒരു അടിയൊഴുക്കുണ്ടെന്ന് അവർ തിരിച്ചറിയുന്നു. മലബാർ ജില്ലകളിൽ CPM-ന് വലിയ തിരിച്ചടി ഉണ്ടാവുമെന്നും UDF-ന് വലിയ മുന്നേറ്റമുണ്ടാകുമെന്നും തന്നെയാണ് സൂചനകൾ. എന്നാൽ തൃശ്ശൂരും പാലക്കാടുമൊക്കെ CPM-ന് എഡ്ജ് ഉണ്ടാവും. കോട്ടയത്ത് പോലും CPM തൽക്കാലം പിടിച്ചു നിൽക്കും. കൊല്ലത്തും കോഴിക്കോടും CPM-നെതിരായി ഉണ്ടാകുന്ന വികാരമാവും CPM-ന് ഏറ്റവും അധികം തിരിച്ചടിയാവുന്നത്. ഇടുക്കി പോലുള്ള ചെറിയ ജില്ലകളിൽ പൂർണ്ണമായും ഇടതുപക്ഷം തകർന്നടിയും. അങ്ങനെ നോക്കിയാൽ UDF-ന് 90 സീറ്റിന് മുകളിലേക്ക് വരാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. മുസ്ലിം ലീഗ് മാത്രമാണ് ആത്മവിശ്വാസം നിലനിർത്തുന്നത്. UDF-ന് 85 സീറ്റ് ഉറപ്പാണെന്ന് അന്നും ഇന്നും പറയുന്ന ഒരാളാണ് ബൈജു സ്വാമി. ബൈജു സ്വാമി അതേക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: ഫേസ്ബുക്കിൽ മാത്രമല്ല, അല്ലാതെ വ്യക്തിപരമായും എൻ്റെ സുഹൃത്തുക്കളായി കുറേ ആളുകൾ ദാസപ്പൻ്റെ കൂലിപ്പട്ടാള ക്യാപ്സ്യൂൾ മേക്കേഴ്സിനെ വ്യാജ പ്രചാരണമായി മൂന്നാമതും ഭരിക്കും എന്നത് വായിച്ചുകൊണ്ട് താൻ പറയുന്നത് പോലെയല്ല കാര്യങ്ങളുടെ കിടപ്പ്, അവരുടെ കോൺഫിഡൻസ് ലെവൽ കണ്ടില്ലേ എന്ന് പറയാറുണ്ടായിരുന്നു.
എൻ്റെ മേഖലയായ സാമ്പത്തിക രംഗത്ത് പോലും ഞാൻ പ്രവചനങ്ങൾ ഒഴിവാക്കി സ്ഥിതിഗതികളുടെയും സാഹചര്യങ്ങൾ തരുന്ന സൂചനകളുടെയും അടിസ്ഥാനത്തിൽ ഡാറ്റ ഉപയോഗിച്ചൊരു നിഗമനം അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ചെക്കോ ആണ് നടത്താറുള്ളത്. അതിന് കാരണം നാം കാണാത്തതും എൻ്റെ റിസൾട്ടിനെ സ്വാധീനിക്കുന്നതുമായ ഓരോ മെട്രിക് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ടാകും. അതെല്ലാം റിസൾട്ട് സംബന്ധമായ പ്രവചനത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. എന്നോട് ചോദിച്ചവരുടെ ഏതാണ്ട് 85 മുതൽ 95 വരെ നേടി UDF ഭരിക്കുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് വരെ അവരോട് പറഞ്ഞിരുന്നത്. അപ്പോൾ അവരെല്ലാം UDF തരംഗത്തിൽ പോലും 85 മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് മറുചോദ്യം ചോദിക്കുമായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ദാസപ്പൻ കാശുവാരി എറിഞ്ഞും ഒപ്പീനിയൻ മേക്കേഴ്സായ വേട്ടനായ്ക്കൾ ഇറക്കാൻ തുടങ്ങിയപ്പോൾ ഉള്ള പളപളപ്പ് പ്രചണ്ഡമായ ക്യാമ്പയിൻ എല്ലാം കണ്ടപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് ആശങ്കയായി. സ്വാമിക്ക് തെറ്റി, ഇത്തവണയും അയാൾ തന്നെ ഭരിക്കും എന്ന രീതിയിൽ പറയാൻ തുടങ്ങി. തെരഞ്ഞെടുപ്പിൻ്റെ 2 ആഴ്ച മാത്രമുള്ളപ്പോൾ അവരുടെ അഭിപ്രായം ഒന്നുകൂടി ശക്തമായി. അവരിൽ ചിലർ എന്നോട് ദാസപ്പൻ 3 വന്നാൽ തൻ്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു, ആ പ്രൈമറി ട്രെൻഡ് ദാസപ്പനെതിരാണ്, ഞാൻ 85-ൽ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ അവർ KJPയെ ദാസപ്പൻ പർച്ചേസ് ചെയ്ത കാര്യം എടുത്തു കാട്ടി. KJPയെക്കുറിച്ച് ഞാൻ പലവട്ടം എഴുതിയിട്ടുള്ളതാണ്. കുറേ കള്ളനായിൻ്റെ മക്കളാണെന്ന് മനോരോഗികളല്ലാത്ത സകല ഹിന്ദുക്കൾക്കും അറിയാം. കാശ് കൊടുത്താൽ ശബരിമല സന്നിധാനത്തല്ല തൃക്കോവിലിൻ്റെ ഉള്ളിൽ പോലും മടിക്കാത്ത സാമൂഹിക വിരുദ്ധരാണ് അവരെന്ന് പ്രൗഢ ഹിന്ദുക്കളുടെ വിലയിരുത്തൽ. അതറിയാൻ ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണം ഉൾപ്പെടെ ദാസപ്പൻ ഗ്യാങ് അടിച്ചുകൊണ്ട് പോയിട്ടും KJPക്കാർ മിണ്ടാതെ നടക്കുന്നതെന്നറിയാം. ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ പോലും അതൊരു വിഷയമല്ല എന്ന് പറഞ്ഞത് നാം കണ്ടു. ശബരിമലയാണ് സർക്കാരിന് തുടച്ചു നീക്കേണ്ട പിന്നിലെന്ന് ഞാൻ പറയില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും കുട്ടികളുടെയും ഭർത്താവിൻ്റെയും മദ്യം, മയക്കുമരുന്ന്, ലോട്ടറി ജീവിതവും വർദ്ധിച്ചു വരുന്ന ക്രിമിനലിസവും എല്ലാം അനുഭവിക്കുന്ന ഒരു വലിയ വിഭാഗം വീട്ടമ്മമാർ വല്ലാത്ത ആധിയിലാണ്. കേരളത്തിൽ എന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാനാകും. എപ്പോഴും ഞാൻ പറയാറുണ്ട്, സ്ത്രീകളുടെ വോട്ടാണ് ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്നതിൽ സിംഗിൾ ബിഗ്ഗസ്റ്റ് ഫാക്ടർ. സ്വന്തമായി ജോലിയോ വരുമാന മാർഗമോ ഒന്നുമില്ലാത്ത ലക്ഷക്കണക്കിന് വീട്ടമ്മമാർ കേരളത്തിൽ ദാസപ്പനുണ്ടാക്കിയ മദ്യം, മയക്കുമരുന്ന്, ലോട്ടറി, വയർലെസ് എന്നീ കോക്ടെയിൽ മൂലം ആധി കൊണ്ട് മരണതുല്യമായ വേദന അനുഭവിക്കുന്നവരാണ്. അവരെ പോലെയുള്ളവരുടെ അഭിപ്രായം എവിടെയും ആരും റെക്കോർഡ് ചെയ്യാറില്ല. സിംഗിൾ ബിഗ്ഗസ്റ്റ് വേരിയബിളായിട്ടും അവരുടെ തീരുമാനം ദാസപ്പൻ്റെ ഗാങ്ങിലെ സെൽഫ് സ്റ്റൈൽഡ് സൈക്കോളജിസ്റ്റുകളായ കുറ്റികളും താത്തമാരും കണ്ടില്ല. ആടിൻ്റെ ആസനത്തിലെ രോമത്തിൻ്റെ ചായ്വ് പോലും ഗവേഷണം നടത്തുന്ന ഹൈക്ലാസ് അന്തങ്ങൾ ഇങ്ങനൊരു കൂട്ടർ വോട്ടർ ഉണ്ടെന്ന് പോലും മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആ വോട്ടേഴ്സ് ഒരു റിസോൾവിൽ എത്തിയിട്ടുണ്ട് എന്ന്. അവരോട് സംസാരിച്ചാൽ അവരിൽ ചില സൂചനകൾ വന്നേക്കും. അതും വിശ്വസിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് അവർക്ക് തോന്നിയാൽ മാത്രം. എൻ്റെ സംശയാലുക്കളായ സുഹൃത്തുക്കളിലേക്ക് വന്നാൽ ഞാൻ അവരോട് പറഞ്ഞ വാചകമുണ്ട്, നാം എന്തിനെയാണോ ഭയക്കുന്നത് അതിൻ്റെ അറ്റായിക്ക് അല്ലെങ്കിൽ വിജയമുണ്ടാകുമോ എന്ന ആടി നമ്മെ ഊണിലും ഉറക്കത്തിനും വേട്ടയാടും. അത് മരണഭയം പോലും പ്രകൃതി എല്ലാ ജീവജാലങ്ങളും ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു മെക്കാനിസമാണ്. ആ ഭയം ഉച്ചസ്ഥായിയിൽ എത്തിക്കുന്ന എതിരാളിയുടെ ശക്തി പ്രകടനം ഉണ്ടാക്കുന്ന ഷോ ഓഫ് സമയത്താണ്. നിങ്ങൾക്ക് എപ്പോൾ ദാസപ്പൻ 3 വരുമെന്ന് തോന്നുന്നത് ഈ ഫ്ലെക്സുകളും തകർപ്പൻ പ്രചരണവും എല്ലാം ഉണ്ടാക്കുന്ന ഹൈറ്റ് ആൻഡ് ഫിയർ ഫാക്ടർ മൂലമാണ്. ട്രസ്റ്റ് മീ ആൻഡ് മൈ നമ്പർ 85, ഇതാണ് ഞാൻ അവർക്ക് അയക്കുന്ന മെസ്സേജ്. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, അത് സാമ്പത്തിക രംഗത്തെ ജാർഗണാണ്. എ പ്രൈമറി ട്രെൻഡ് ഈസ് സപ്പോസ് ടു ബി ഇൻടാക്ട് ടിൽ യു ഹാവ് മെറ്റീരിയൽ എവിഡൻസ് ദാറ്റ് ട്രെൻഡ് ഹാസ് റിവേഴ്സ്. അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തുടങ്ങിയ ഒരു ട്രെൻഡ് റിവേഴ്സ് ചെയ്തതായി മെറ്റീരിയൽ എവിഡൻസ് ഒന്നുമില്ല. മറ്റൊരു ജാർഗൻ കൂടിയാണ്, വാട്ടർ ലെവൽ റൈസസ് ഇൻ പോൺ വെൻ എലഫൻറ്റ് ജംപ്സ് ഇൻ ടു ഇറ്റ്. അതായത് ആന കുളത്തിലിറങ്ങുമ്പോൾ വെള്ളത്തിൻ്റെ നിരപ്പ് ഉയരും, ഓളങ്ങൾക്ക് ശക്തി കൂടും. ഈ തെരഞ്ഞെടുപ്പിൽ കുളത്തിൽ പിടിയാനകൾ കൂട്ടമായി ഇറങ്ങിയെന്നാണ് എൻ്റെ വിലയിരുത്തൽ. വാസ്തവത്തിൽ വളരെ വസ്തുതാപരമായ ഒരു വിലയിരുത്തലായി ബൈജു സ്വാമിയുടെ വിലയിരുത്തലിനെ കാണേണ്ടിയിരിക്കുന്നു. UDFിൻ്റെ വിജയം സുനിശ്ചിതമാണ്, LDFിൻ്റെ പരാജയവും. LDF വിജയിക്ക് 3-ാം സ്ഥാനത്തെത്തും എന്ന് പറയാൻ കാരണം, പലരും ചിന്തിക്കാൻ കാരണം മുതിർന്ന മാധ്യമ പ്രവർത്തകരടക്കമുള്ളവർ. അതിന് കാരണം കോടികൾ മുടക്കി നടത്തിയ പബ്ലിക് റിലേഷൻ എക്സസൈസാണ്. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കുന്ന പിണറായി വിരുദ്ധ തരംഗം ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്കിടയിലുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിലുണ്ട്. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട, പിണറായി യുഗം അസ്തമിക്കുകയാണ്. ഇനി പുതിയൊരു യുഗത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.